അണ്ണാ, അണ്ണൻ വിഷമിച്ചിരിക്കാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അണ്ണന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നും എനിക്കറിയാം. നിനക്കെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അണ്ണനെ ഞാനല്ലാതെ വേറെ ആരും മനസ്സിലാക്കാനാ? ശ്രീകു, എന്തണ്ണാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. നീ ഇപ്പോ പോലീസിലെ സബ് ഇൻസ്പെക്ടർ അല്ലേ? അതെ. എന്നെക്കാട്ട് നല്ലൊരു ബന്ധം നിനക്ക് കിട്ടില്ലേ? എന്റെ അണ്ണ, ഞാൻ ഇപ്പോഴല്ലേ എസ് എ ആയത്. എസ് എ ആവുന്നതിന് മുമ്പഴേ ഞാൻ അണ്ണനെ സ്നേഹിച്ചതാണ്. അണ്ണന് വാക്കും തന്നതാ. ഇപ്പൊ എസ് എ ആയെന്ന് വെച്ച് അണ്ണനെ എനിക്ക് പെരുവഴി കളഞ്ഞേച്ച് പോകാൻ പറ്റുമോ? പിന്നെ എല്ലാവരുടെ സമ്മതത്തോടു കൂടി എന്നും നമ്മുടെ കല്യാണം നടക്കുന്നു, അന്ന് മതി. ഞാൻ അതുവരെ കാത്തിരുന്നോളാം. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നുമില്ലല്ലോ. അല്ല, അപ്പം എനിക്ക് നിന്നെ സ്നേഹമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനല്ല അണ്ണ. അണ്ണൻ എന്നോട് സ്നേഹമുള്ളോണ്ടല്ലേ ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നത്. ശ്രീകു, ആക്കൂ, ശ്രീകു, ആക്കൂ. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. എന്താണ്? നീ എങ്ങനെ പോലീസിൽ കയറി? ആ, അതുണ്ടല്ലോ, ഞാൻ രാവിലെ പോലീസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങ് ചെന്ന് കയറി. അപ്പൊ അവരെന്നെ അങ്ങ് നിയമിച്ചു. SI ആയിട്ട്. ഒന്ന് പോ അണ്ണ. ഞാനേ കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെയാണ് ഈ ജോലി നേടിയത്. പിന്നെ അണ്ണന്റെ അച്ഛനോട് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. എന്തിന്? എന്റെ വീട്ടില് സാമ്പത്തികം ഇല്ലാത്തോണ്ടല്ലേ അണ്ണന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കാത്തത്. 4 ആള് ബഹുമാനിക്കുന്ന ഒരു ജോലി നേടണമെന്നുണ്ടായിരുന്നു. പോലീസ് യൂണിഫോമോളം ബഹുമാനം കിട്ടുന്ന വേറൊരു ജോലിയില്ല എന്റെ അണ്ണ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജോലി തെരഞ്ഞെടുത്തത്. അപ്പൊ ഞാൻ കാരണമാ നിനക്ക് ഈ ജോലി കിട്ടിയത്? അണ്ണൻ കാരണമല്ല ഈ ജോലി കിട്ടിയത്, അണ്ണൻ കാരണമാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഇപ്പൊ എസ് എ ആയതിനു ശേഷം ഇനി വേറെ ചില ലക്ഷ്യങ്ങളുണ്ടണ്ണ. എന്തോ ലക്ഷ്യം? വേറൊന്നുമല്ല, ദിവസവും എന്തോരം കംപ്ലൈന്റ്സാ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വരുന്നതെന്നറിയോ? സ്ത്രീ പീഡനവും കുട്ടികളുടെ പീഡനവും. എനിക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കണം. അതിന് അണ്ണന്റെ പൂർണ്ണ പിന്തുണ എന്റെ ഒപ്പം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവോ? ഉണ്ടാവും. സത്യം പറഞ്ഞുണ്ടല്ലോ ശ്രീകുട്ടി, നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് ബഹുമാനം തോന്നുന്നു. എന്തെണ്ണ? ഞാൻ നിന്നെ ഒന്ന് പക്ഷെ അണ്ണ, പിള്ളേരാരെങ്കിലും വരും. ഞാൻ നിന്നെ ഒന്ന് അണ്ണ, പിള്ളേരാരെങ്കിലും വന്ന് കണ്ട നാണക്കേടപ്പോ. സല്യൂട്ട് ചെയ്തോട്ടെ? സല്യൂട്ട്. ഓ അണ്ണ. എങ്ങനെയുണ്ട്? ചക്രമാക്കുക. മാക്കൂ, ശ്രീകു, മാക്കൂ, ശ്രീകു, മാക്കൂ, ശ്രീകു, മാക്കു. ഈ കൊമ്പോ മീശ ഞാൻ അങ്ങ് ഒടിച്ചെടുക്കും. മാമ, 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 ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പരിഹാരം ഉണ്ടാക്കണം. കാര്യം ഞാൻ പറയാം മാമ. ഇവിടെ എന്റെ മോതിരം എടുത്ത്. പിന്നെ ഞാൻ കണ്ട് ഞാൻ എടുത്തില്ലോ. ഞാൻ എടുത്തിരുന്നു. നീ അല്ലേ പിന്നെ ആരാണ് എടുക്കണത്? സ്വർണ്ണ മോതിരാണോ? സ്വർണ്ണമോരോ നല്ലൊരു മുക്ക്. അയ്യേ, മുക്കാന്നോ? അതിനാണോ ഇത്രയും വഴക്കുണ്ടാക്കുന്നത് രണ്ടുപേരൂടെ? അങ്ങനെ അയ്യയ്യേ എന്നൊന്നും മാമൻ പറയണ്ട. അതെന്റെ ഫ്രണ്ട് റിയ എനിക്ക് തന്നതാണ്. എനിക്ക് സ്വർണത്തിനേക്കാൾ വിലയുണ്ട് ആ മോതിരത്തിന്. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേന് 8000 രൂപയുണ്ട് അതിന്റെ വില. ആ, തള്ളു 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 തള്ളു. അയ്യോ, തുടങ്ങിയ രാവിലെ രണ്ടും കൂടി. അണ്ണാ ഇത്രേ ഉള്ളു. ഇവളെ മോതിരം അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നു. സ്വർണ്ണ മോതിരോ? എന്റെ ഫ്രണ്ട് തന്ന മോതിരമാണ്. സ്വർണ്ണമൊന്നും അല്ല, എന്നാൽ എനിക്കത് വിലപ്പെട്ടയാണ്. അല്ല, സ്വർണ്ണം ആണെങ്കിലും അല്ലെങ്കിലും കളവ് തന്നെ. നീ എടുത്താ? എന്റെ ദൈവമേ, വല്ല ആഹാര സാധനമൊക്കെ ആയിരുന്നെങ്കിൽ ചോദിച്ചതിന് ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇതൊരു മാതിരി ഈ ചീള് കേസൊക്കെ ഞാൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമല്ലേ പറഞ്ഞത്? അല്ല, നാത്തൂനെവിടെ? അവളങ്ങ് അക്ഷയയിൽ പോയിരിക്കും. അല്ല, നാത്തൂനോ? മണിക്കുട്ടി, ഞാൻ എന്റെ ചേച്ചീനെ നാത്തൂനെ വിളിച്ചേ അറിയാതെ. എന്റെ പൊന്നണ്ണ, ഇവിടെ അതൊന്നും അല്ലല്ലോ ഇവിടത്തെ വിഷയം. ഇവിടെ മോതിരം കാണാനില്ലെന്ന്. നീ എടുത്താ? ഞാൻ എടുത്തില്ലെന്ന്.
അപ്പൊ അവൾ എടുത്ത് കാണൂല. പിന്നെ കൊള്ളം പറയാണ്. ഒരു കാര്യം ചെയ്യ് മാമി. മാമിയ എടി മാമൻ 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 ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ആ മോതിരം കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ. നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആന്റി ആന്റി ഈ സ്ഥലത്തെ വനിതാ എസ് ആണല്ലോ. അതെ, ഈ കേസ് ഞാൻ ആന്റി ഏരിയയിൽ ഏൽപ്പിക്കുകയാണ്. ആന്റി എനിക്ക് കണ്ടുപിടിച്ചു തരണം. അതെ, ഒരു കാര്യം ചെയ്യ്. ശ്രീകുട്ടി ഇവിടെ ഉണ്ടല്ലോ, ശ്രീകുട്ടി എല്ലാരെയും ചോദിക്കണം. പോലീസ് മുറയിൽ തന്നെ ഇത് കണ്ടുപിടിക്കണം. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഞാൻ അന്വേഷിക്കാം. അതിപ്പോ എന്ന് പറഞ്ഞ ശ്രീകുട്ടി, ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞാകാം നാട്ടിലേക്ക്. അതെ, പ്രതി ചോദ്യം ചെയ്യാൻ മാറിക്കടേ അറിയിക്കടാ, ആരാണ് പ്രതി എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. കേട്ടല്ലോ? പിന്നെ ഈ കേസ് അന്വേഷിച്ച് തീരുന്നത് വരെ നിങ്ങൾ ഒരാളും എന്റെ അനുവാദം ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. എല്ലാരും നേരം നിൽക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാന് ഓരോരുത്തരായിട്ട് ശ്രീകുട്ടിയുടെ അടുത്തോട്ട് അങ്ങോട്ട് അയക്കാം. അപ്പൊ ചോദ്യം ചെയ്യാലോ എളുപ്പത്തിൽ. കൂടുതൽ ആരും ഇങ്ങോട്ട് അയക്കണ്ട, ഞാൻ വന്ന് വിളിച്ചോളാം. കേട്ടല്ലോ? പിന്നെ രാമനും ലക്ഷ്മണനും ഒക്കെ അങ്ങ് അയോധ്യയില്. കേട്ടല്ലോ? അയ്യോ, ഇത് നമ്മുടെ കുഞ്ഞളിയൻ. അതെന്നെ പറഞ്ഞത്, രാമനും ലക്ഷ്മണനൊക്കെ അങ്ങ് അയോധ്യയില്. കേസ് അന്വേഷിക്കുന്നതിനിടയ്ക്ക് സ്വന്തം ബന്ധം ഒന്നും എനിക്കില്ല. കേട്ടല്ലോ? എല്ലാരും നേരം നിൽക്ക്. ഞാൻ പറഞ്ഞല്ലോ ആന്റി, ഞാനല്ലേ കേസ് തന്നത്. അത് ഞാൻ തീരുമാനിച്ചോളാം. കേട്ടോ? നേരം നിൽക്ക്. മോതിരം കിട്ടിയാ മതി. റിങ്കി, എന്തോ ഇനി വാ. അടുത്തിരിക്കാനായിരിക്കും. പറഞ്ഞോ. നിന്റെ കാലിന് വല്ല കുഴപ്പമുണ്ടോ? കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കൈക്കാണ് കുഴപ്പം. പിന്നെ ആരോട് വെച്ചിട്ട് ഇവിടെ ഇരുന്നത്? ഇരിക്കാൻ. അവസാനമായിട്ട് മോതിരം എപ്പോഴാ കണ്ടത്? അവസാനമായിട്ട് കണ്ടതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇന്ന് ഇടാൻ വേണ്ടി നോക്കിയപ്പോ സാധനം കാണാനില്ല. എനിക്ക് ആരും സംശയമില്ല, ഇവള് തന്നെയാണ് എടുത്തത്. നീ തന്നെയാണ് എടുത്തത്. അതെ, പ്രതിയെ നീ സ്വയം ഊഹിച്ചെടുക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? മിണ്ടോതെ അവിടെ എങ്ങാനും പോയി നിന്നോണം. ചെല്ല. വിളിക്കാം. പിങ്കി, ആ ഇവിടെ. കൈയ്യെടു. കൈയ്യെടുക്കാൻ. ഓഞ്ഞ ചിരി. അതെ, എപ്പോ തുടങ്ങി ഈ ശീലം? ഏകദേശം ജനിച്ചിട്ട് 17 വർഷമായി. അപ്പോഴായിരിക്കും. എന്ത്? ഞാൻ ചോദിച്ചേന് ഉത്തരം പറഞ്ഞാ മതി. ഈ ശീലം എപ്പോ തുടങ്ങിന്ന്? ശീലം? മോഷണ ശീലം. മോഷണോ? ഞാനൊന്നും എടുത്തതല്ല. ഇവള് ചുമ്മാ വെറുതെ കള്ളം പറയണത്, എന്നെ വെറുതെ കൊടുക്കാനായിട്ട് ഓരോ കള്ളം. ആ കൈങ്ങന്നേ, കൈങ്ങന്നേ. ഈ നഖത്തിന്റെ ഇടയിൽ കൂടി ഉണ്ടല്ലോ പച്ചേർക്കില് കുത്തി കയറ്റി ഞാൻ. വേണോ? ഉണ്ട്. മര്യാദക്ക് അവിടെ പോയി നിക്ക്. ചെല്ല. വാ. എന്താണോ ചിരിക്കുന്നത്? ഇവിടെ വല്ല തമാശം പറഞ്ഞോ? എന്തിനാ ഇങ്ങനെ കിടന്ന് ഇളിക്കുന്നേന്ന്? തന്റെ പേരെന്താ? ആ, ഒന്നും അറിയാൻ വയ്യാത്ത എന്റെ കൂട്ടൻ. എന്റെ പേരറിഞ്ഞൂടായോ? എനിക്ക് അറിഞ്ഞൂടാ. എന്താ പേര്? മണിക്കുട്ടൻ. മുതുക്കൻ ഇടാൻ പറ്റിയ ഒരു പേര്, മണിക്കുട്ടൻ. അവരോട് ചിരിക്കാതിരിക്കാൻ പറ. അതെ, കുഞ്ഞുനാളി എന്റെ അച്ഛൻ ഇട്ട പേരാ മണിക്കുട്ടാന്ന്. അല്ല, തന്റെ പേര് മാത്രല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ചരിത്രമൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പറയണ്ട. പിന്നെ അല്ല, നിങ്ങക്കേ ഈ ശീലം പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അതോ ആരിലെങ്കിലും നിന്ന് ആർജിച്ചെടുത്തതാണോ? എന്താ ശീലം? മോഷണ ശീലം.
ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. മനസ്സാ വാചാ കർമ്മണ ഞാൻ മോഷണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാനെങ്ങും എടുത്തിട്ടില്ലത്. അല്ല അത് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എടുക്കുമായിരുന്നോ? കണ്ടിരുന്നെങ്കിലും എടുക്കത്തില്ല. മിണ്ടാതെ അവിടെ പോയി നിക്ക്. ചെല്ല്. മിസ്റ്റർ രവി ഇവിടെ വാ. ഇവിടെ ഇരി. ഞാനേ ഒരു ബാങ്ക് ഓഫീസറാണേ. അതുകൊണ്ട് അല്ല ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ശരി മാഡം. നിങ്ങൾക്ക് എപ്പോ തുടങ്ങി ഈ ശീലം? ഏത് ശീലം? മോഷണശീലം. ഞാൻ ഇന്നുവരെ ഒന്നും മോട്ടിച്ചിട്ടില്ല മാഡം. സത്യമായിട്ട് ഒന്നും മോട്ടിച്ചിട്ടില്ല. ഒന്നും മോട്ടിച്ചിട്ടില്ല? ഇല്ല. പക്ഷെ നിങ്ങളുടെ കണ്ണിൽ ആ കള്ള ലക്ഷണമുണ്ട്. സത്യമായിട്ട് മോട്ടിച്ചിട്ടില്ല. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. വിരലിലോട്ട് പച്ചേർക്കില് കുത്തിക്കയറ്റി ഞാൻ. അയ്യോ. ചെല്ല്. അത് വിരലാക്കണ്ട മാഡം. റാം ഇവിടെ. ഞാൻ ഇവര് വിളിച്ചിട്ട് വന്നതാണ്. ആര്? അവര് വിളിച്ചിട്ട് വന്നല്ല, ഞാൻ വിളിച്ച ഇവിടെ വന്നിരിക്കണം. ഇരിക്കണോ? ആദ്യം പോലെ ഒരു കള്ള ലക്ഷണം. കള്ള ലക്ഷണം ഇല്ല എന്ന് പറയരുത്. കള്ള ലക്ഷണം തീരെ ഇല്ല എന്ന് പറയരുത്. മോതിരം കണ്ടായിരുന്നോ? മോതിരം ഞാൻ കണ്ടില്ല. കണ്ടില്ല. കണ്ടെങ്കി എടുക്കുമായിരുന്നോ? എന്റെ പൊന്നെ ചേച്ചി, ഈ പിള്ളേരെ മോതിരം എടുത്തോണ്ട് ഗതികേടൊന്നും എനിക്കില്ല. അത്ര ഗതികെട്ട് അടക്കാല്ല റാം. ആര്? ഞാൻ. എന്താ പേര് പറഞ്ഞത്? റാം. നിന്റെ ശരിക്കും പേരെന്തുവാടാ? രാമനുണ്ണി. ആരോട് ചോദിച്ചിട്ടാണോ പേര് മാറ്റിയത്? അടുത്ത വകുപ്പുണ്ടാക്കി നിന്നെ ഞാൻ ജയിലിലിടട്ടെ. കഴിഞ്ഞോ? ഇട്ടിച്ച് പരത്ത ഞാൻ. കൂടുതൽ ഓവർ സ്മാർട്ട് വിളിച്ചോണ്ടല്ലോ. തെളിയാത്ത കേസ് മൊത്തത്തെ നിന്റെ തലയിൽ അടിച്ചേപ്പിക്കും ഞാൻ. എല്ലാരോടും കൂടിയായിട്ട് ഞാൻ പറയാ, 5 മിനിറ്റും കൂടെ ഞാൻ സമയം തരും. ഞാൻ അകത്തുണ്ടാവും. തെറ്റ് ചെയ്ത ആരാണെങ്കിലും അകത്ത് വന്ന് മാപ്പ് പറഞ്ഞോണം. ഇല്ലെങ്കിൽ വിധം മാറും. അണ്ണാ അണ്ണാ എന്റെ അടുത്ത് വേണ്ടായിരുന്നു കേട്ടോ അണ്ണാ. അതെ, ഒരു കണ്ടതുപോലെ അല്ല, പുലിയാ. അതെ, ഇനിയിപ്പോ ഇത് ആരാ എടുത്തെന്ന് വെച്ച് അങ്ങ് സമ്മതിക്കുക. അത് നിവർത്തിയുള്ളൂ. ഞാൻ തന്ന സമയം കഴിഞ്ഞുപോയി. പ്രതിയെ തൊണ്ടി മുതൽ സഹിതം ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇതൊരു കുടുംബമായതുകൊണ്ട് പ്രതി സ്വയം കീഴടങ്ങി മാപ്പ് പറയുന്നതാണ് നല്ലത്. ആന്റി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ഒരു മാപ്പും കൊടുക്കൂല. മാഡം ആരാണ് പ്രതി? മാഡം, സാധാരണ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമാണ് ആഭരണങ്ങളോട് ഭ്രമം. ആ കണ്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവള് തന്നെ ആയിരിക്കും. എടേ കേറി സംസാരിച്ചാലുണ്ടല്ലോ പോലീസ് മുറയിൽ ഒരെണ്ണം വച്ചു തരും ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾക്കാണ് ആഭരണങ്ങളോട് ഭ്രമമെങ്കിലും ഇവിടെ പ്രതി പിങ്കി അല്ല. അയ്യോ, അപ്പൊ പിന്നെ ആര്? പിന്നെ ആരെന്ന് ചോദിച്ചാൽ ഇവിടെ എന്തായി ഇൻവെസ്റ്റിഗേഷൻസ്? അല്ല, പിന്നെ ആരാണ്? പിന്നെ ആരെന്ന് ചോദിച്ചാ ഈ സ്ത്രീകളോട് കൂടുതൽ ഇടപഴകുന്ന ചില ആണുങ്ങളും ആവാം. നീ എന്നെ നോക്കുന്ന എന്തിനാ? ഞാൻ അത്രക്കാരനൊന്നും അല്ല. ഞാനൊരു സാധ്യത പറഞ്ഞെന്നേ ഉള്ളൂ. മിസ്റ്റർ രവി, നിങ്ങൾക്ക് സ്ത്രീകളെ ഇംപ്രസ് ചെയ്യാൻ ഭയങ്കര കഴിവാണല്ലേ? അതെ. അയ്യോ, അങ്ങനെയല്ല. എനിക്ക് സത്യത്തിൽ സ്ത്രീകളോട് ബഹുമാനമാണ് മാഡം. സത്യമായിട്ടും.
അല്ല ഈ മണിക്കുട്ടി അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ത്രീകളോട് ആത്മബന്ധം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, മണിക്കുട്ടി മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. സുമലത സുമലത എന്റെ ഓഫീസിലെ സ്റ്റാഫാണ്, പാവം കുട്ടിയാണ്. ഞങ്ങൾ എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിലാണ്. ആണോ? പാവമാണ്. അപ്പൊ ഈ പാവം സുമലതയ്ക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു മോതിരം സമ്മാനിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ? അയ്യോ, എങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ കൊടുത്താണ്. അണ്ണാ മക്കളെ നിന്റെ അമ്മ വിളി, നിന്റെ അമ്മ വിളി. മക്കളെ മക്കളെ ഞാൻ അറിഞ്ഞില്ല മാഡം, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അല്ല. അയ്യോ അല്ലല്ല ഇത് രണ്ടിലൊന്ന് മണിക്കുട്ടി. അതെ, ഞാനൊരു സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. മിസ്റ്റർ മണിക്കുട്ടൻ, അത് മാമൻ അങ്ങനെ സ്ത്രീകളോട് അത്ര വലിയ ബന്ധമൊന്നും ഇല്ല. ക്രോണിക് ബാച്ചിലറാ. പിങ്കി നീ മിണ്ടാരി, ഇല്ലെങ്കിൽ ഉള്ള കേസ് മൊത്തം നിന്റെ തലയിലെടുത്ത് വച്ചിരും ഞാൻ. മിസ്റ്റർ മണിക്കുട്ടൻ, നിങ്ങൾക്ക് അടുത്ത ബന്ധമുള്ള ആത്മബന്ധമുള്ള ഒരു സ്ത്രീയുടെ കൈവശമാണ് ആ മോതിരം ഇപ്പൊ ഉള്ളത്. എന്തിനാ അങ്ങോട്ട് പോകണം? നിന്റെ ഫോണിങ്ങിട്. എന്റെ ഫോണോ? പിന്നെ എന്റെയാ? ഇവിടെ ഫോൺ ഇടേ. ചേച്ചിയുടെ ഫോൺ എന്റെ ഇല്ല ചേച്ചി. നിന്റെ ഫോണിങ് എടുക്കാൻ എന്തിന് ഒറ്റൊന്നും വച്ചേരും ഞാൻ. അണ്ണാ കൊടുക്കല. ഇനി ഞാൻ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഇന്നത്തെ ഇവിടുത്തെ പ്രതി എന്ന് പറയുന്നത് രാമനാ? ഞാനൊന്നുമല്ല അണ്ണാ, ചുമ്മാ ഞാനൊന്നുമല്ല. അണ്ണ എന്തിന് അണ്ണാ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല്? അണ്ണ പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ ഞാൻ കള്ളൻ. തൊണ്ടി മുതലാണ് എന്റെ കയ്യിലുള്ളത്. അതെന്റെ ഫോണല്ലേ? നിങ്ങൾ നോക്ക്. എന്താണ് നീ അപ്പൊ മോഷണം തുടങ്ങിയ? ഇതാണോ റിങ്കി നിന്റെ മോതിരം? ഇതെന്റെ മോതിരം. ആ കണ്ടോ കണ്ടോ കണ്ടല്ലോ. നീ ഇവിടെ നിക്ക്. മംഗളേ, ഇവിടെ നിക്ക്. എടി ഇത് ഞാൻ എന്റെ ഭാര്യക്ക് വാങ്ങി കൊടുത്ത മോതിരം. ഇങ്ങനെ ഇത് എന്റെ മോതിരമാണ്. ഞാൻ ഇത് കാട്ടാക്കട കടയിൽ നിന്ന് വാങ്ങിച്ചത്. നിക്ക് നിക്ക് പിങ്കി, അവന്റെ ഭാര്യനെ വിളി. ലൗഡ് സ്പീക്കറിലിട്. അതിന് അവളെ ഭാര്യയെന്ന് വിളിക്കണ്ട. അയ്യോ മോതിരം അവളെയല്ലല്ലോ. മോതിരം അറിയട്ടെ. നിക്ക് നീ അങ്ങനെ മുങ്ങിയാലോ? ലൗഡ് സ്പീക്കറിലിട്. ലൗഡ് സ്പീക്കറിലിട്. ഹലോ സ്പീക്കറുണ്ട്. അപ്പച്ചി. അപ്പച്ചി, ഞാനേ രാമങ്ങളുടെ മൊബൈലിനകത്ത് അപ്പച്ചിയുടെ ഒരു ചുമന്ന കളർ ഒരു ഉടുപ്പിട്ട ഒരു ഫോട്ടോ ഉണ്ടേ. അതിനകത്ത് അപ്പച്ചി കയ്യിലൊരു മോതിരം ഇട്ടിട്ടില്ലേ? ഒരു പുതിയ മോതിരം. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ മോതിരം അത് അപ്പച്ചി എവിടെ വെച്ചിട്ടെന്ന്? അവിടെ വെച്ചെന്നെ. എപ്പോ? വാങ്ങിക്കാനൊന്നും പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഗോൾഡ് വാങ്ങി തന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. കൊള്ളാമോ? നല്ല മോതിരം, നല്ല മോതിരം അപ്പച്ചി. ശരി വയ്ക്കണേ. ഇത് ചോദിക്കാൻ വിളിച്ചതാ? ചുമ്മാ വെറുതെ വിളിച്ചേ. ശരി ശരി വയ്ക്കണേ. ശരി മക്കളെ. എടാ അപ്പൊ നിനക്ക് മോഷണം ഉണ്ടല്ലേടാ? അയ്യ അണ്ണ ഇത് മോഷണമൊന്നുമല്ല. ഇത് ഞാൻ മോളത്തെ പറയും സംസാരിച്ചിരുന്നപ്പോ അവിടെ കട്ടിലിന്റെ പുറത്ത് ഇപ്പുറത്ത് ഷെൽഫിൽ ഒരു മോതിരം ഇരുന്നു. അത് സ്വർണ്ണം നല്ലതുകൊണ്ട് ഞാൻ അടുത്ത് അവളെ കൈയിട്ട് കൊടുത്തു. ഇതാ എല്ലാ കള്ളന്മാരും ഇങ്ങനെ തന്നെയാടാ പറയുന്നത്. ഒരു കള്ളനും മോഷണം വന്നതെന്ന് വയ്ക്കത്തില്ല. മോതിരം വേണം. പണി നിനക്ക് തരാനൊന്നും പറ്റൊന്നുമില്ല. അത് ഞാൻ എന്റെ കല്യാണ മോതിരമായിട്ട് കണ്ടത് ഇട്ടുപോയി. ശരി, എന്നാ എനിക്ക് അതിന്റെ കാശ് താ. കാശ് ഞാൻ തന്നേക്കാം. അത് ന്യായം. കാശോട്. കാശോട്. എന്റെ ദിറംസേ ഉള്ളു. അണ്ണ കൊടു. എന്റെ കുഞ്ഞളിയ കുറെ കാലമായിട്ട് ദിറംസേ ഉള്ളു എന്ന് പറഞ്ഞോണ്ട് ഞങ്ങളെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ദിറംസ് എടുക്ക്, ഞാൻ മാറിത്തരാം കാശ് ബാങ്കിൽ പോയിട്ട്. അണ്ണന്മാരെ ശരിയാവൂല. കാശെടു. അപ്പൊ ബാക്കി പൈസ എന്തിരി? ബാക്കി പൈസ നിനക്ക് തിരിച്ചു തരാം. ദിറവ് എടുക്കട്ടാ, ദിറവിട്. ദിറ ഇപ്പൊ ഇല്ല, അത് പേഴ്സിരിക്കും. എന്നാ കാശ് കൊടു, വേറെ കാശ് കൊടു. അണ്ണ എത്തിരി കൊടു. ഞാൻ കൊടുക്കത്തില്ല നിനക്ക്.